നിരാലംബമാക്കപ്പെട്ട ജീവിതങ്ങൾക്ക് അഭയകേന്ദ്രമൊരുക്കുന്ന സ്ഥാപനങ്ങളെയും അവരുടെ ശുശ്രൂഷകളെയും പരിചയപ്പെടുത്തുന്ന തണൽ പ്രോഗ്രാമിൽ ഇന്ന് പരിചയപ്പെടുത്തുന്നത് തിരുവനന്തപുരം ജില്ലയിൽ കൊടുങ്ങാനൂർ തിട്ടമംഗലത്ത് പ്രവർത്തിക്കുന്ന ഗോഡ്സ് ഗ്ലോറി ഭവൻ കൗൺസിലിംഗ് റിഹാബിലിറ്റേഷൻ ആൻഡ് ഓൾഡ് ഏജ് ഹോമിൻ്റെ വിശേഷങ്ങളാണ്. ഗോഡ്സ് ഗ്ലോറി ഭവൻ ട്രസ്റ്റിന്റെ കീഴിൽ എ ശോഭ എന്ന വ്യക്തിയുടെ പരിശ്രമ ഫലമായാണ് ഈ സ്ഥാപനം 7 വർഷങ്ങൾക്ക് മുമ്പ് പ്രവർത്തനം ആരംഭിച്ചത്. ജീവിത വഴികളിൽ ഒറ്റപ്പെട്ടു പോയ സ്ത്രീകളും പുരുഷന്മാരും ഉൾപ്പെടെ 25ഓളം പേരാണ് ഈ സ്ഥാപനത്തിൽ സംരക്ഷിക്കപ്പെട്ടു വരുന്നത്. ഗോഡ്സ് ഗ്ലോറി ഭവൻ ഓൾഡ് ഏജ് ഹോമിലാണ് നമ്മളിവിടെ ആയിരിക്കുന്നത്. ഈ ഓൾഡ് ഏജ് ഹോം നടത്തുന്നത് ഞാനാണ്. ദൈവിക നിയോഗപ്രകാരമാണ് ഈ ഓൾഡ് ഏജ് ഹോം തുടങ്ങിയത്. ഇത് തിരുമല വലിയവിളയ്ക്ക് അടുത്ത് പ്രവർത്തിക്കുന്നു. ഇത് 7 വർഷമായി ഈ ഓൾഡ് ഏജ് ഹോം ആരംഭിച്ചിട്ട്. ഇതിൽ 25 പേരാണ് ഇപ്പോൾ ഉള്ളത്. അതിൽ 15 സ്ത്രീകളും 10 അപ്പച്ചന്മാരുമാണുള്ളത്. എല്ലാവരും വിവിധതരം അസുഖമായിട്ട് ന്യൂറോ പേഷ്യൻ്റ്, സൈക്കാട്രിക് പേഷ്യൻ്റ്, ഓർമ്മയില്ലാത്തവർ, അൽഷിമേഴ്സ്, അങ്ങനെ വിവിധ അസുഖങ്ങളുള്ളവരാണ് ഇവിടെ വന്നത്. പക്ഷേ അവർ ദൈവനിയോഗത്തിൽ അസുഖമെല്ലാം കുറഞ്ഞ് അവർ എല്ലാം സന്തോഷമായും സമാധാനത്തോടും നിൽക്കുവാൻ വേണ്ടി ദൈവം സഹായിക്കുന്നുണ്ട്. ഇവിടെ രാവിലെയും വൈകുന്നേരം പ്രാർത്ഥനയുണ്ട്. പ്രാർത്ഥനയിൽ കൂടെ തന്നെ ഇവർക്ക് മനസ്സിൽ നല്ല സമാധാനം കിട്ടുന്നുണ്ട്. അങ്ങനെ സന്തോഷമായി നിലനിൽക്കുന്നുണ്ട്. നമ്മളിതൊരു വാടക കെട്ടിടത്തിലാണ് നടത്തുന്നത്. അപ്പോൾ വാടകയായിട്ട് 40,000 രൂപയാണ് വാടക. അപ്പോൾ നമുക്ക് 20 പേർക്കുള്ള പെർമിഷനാണ് ഈ ഗവൺമെൻറ് നമുക്ക് ലൈസൻസ് തന്നിട്ടുള്ളത്. അപ്പോൾ 20 വർഷം, ഇനി 1 വർഷം കൂടെ കഴിയുമ്പോഴത്തേക്ക് അത് തീരും. അതുകൊണ്ട് നമുക്ക് ഈ ട്രസ്റ്റിൻ്റെ പേര് തന്നെ ഗോഡ്സ് ഗ്ലോറി ഭവൻ എന്ന ട്രസ്റ്റിൻ്റെ കീഴിലാണ് ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത്. അപ്പോൾ ട്രസ്റ്റിൻ്റെ കീഴിൽ തന്നെ സ്ഥലവും അതിൻ്റെ കെട്ടിടവും എല്ലാം കെട്ടിയതിന് ശേഷം പിന്നീട് നമുക്ക് ലൈസൻസ് പുതുക്കി തരത്തുള്ളൂ. അപ്പോൾ നിലവിലുള്ള ലൈസൻസ് തീരാൻ വേണ്ടി 1 വർഷമേ ഉള്ളൂ. അതിന് മുമ്പേ തന്നെ സ്ഥലവും വാങ്ങി നമുക്ക് കെട്ടിടം കിട്ടണം. പക്ഷേ ഒരു ബ്രദർ സഹായിച്ച് നമ്മൾ പാലോട് 46 സെൻറ്റ് സ്ഥലം വാങ്ങുവാൻ വേണ്ടി ദൈവം സഹായിച്ചു. അത് കെട്ടിടം കിട്ടാൻ വേണ്ടി ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ 1 വർഷത്തിനകം തന്നെ അത് കെട്ടണം. പക്ഷെ ഒത്തിരി ആൾക്കാർ, അസുഖം ഉള്ള ഒത്തിരി ആൾക്കാർ നമ്മളെ സ്ഥാപനത്തിൽ നിൽക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടുകൊണ്ട് വരുന്നുണ്ട്. പക്ഷേ നമുക്ക് എടുക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. കാരണം എന്ന് പറഞ്ഞാൽ 20 പേർക്കുള്ള ലൈസൻസാണ് ഉള്ളത്. അതുകൊണ്ട് നമുക്ക് അങ്ങനെ അവർ നോ എന്ന് പറയുമ്പോൾ, അവർക്ക് ഇവിടെ പറ്റത്തില്ല എന്ന് പറയുമ്പോൾ അവർ വിഷമിച്ച് പോകുന്നത് കാണുമ്പോഴാണ് നമ്മളെ മനസ്സിൽ ഭയങ്കരമായി വിഷമം തോന്നുന്നത്. പക്ഷേ ഇവിടെ നിൽക്കുന്ന 20 പേരും വന്ന പോലത്തെ അവസ്ഥയിലല്ല. അവർ അസുഖമെല്ലാം മാറി നല്ല സമാധാനത്തിൽ സന്തോഷത്തിൽ കഴിയുന്നുണ്ട്. നമ്മളൊരു വീട് പോലെ സമാധാനമായിട്ടാണ് ഇവിടെ കഴിയുന്നത്. എല്ലാവർക്കും അതിൻ്റേതായ സ്വാതന്ത്ര്യം എല്ലാം കൊടുത്തിട്ടുണ്ട്. അസുഖങ്ങളൊക്കെ കുറഞ്ഞിട്ടുണ്ട്. ദൈവിക നിയോഗപ്രകാരം, ദൈവം പറഞ്ഞ പ്രകാരമാണ് ഞാൻ ഈ സ്ഥാപനം തുടങ്ങിയത്. ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. അങ്ങനെ ദൈവകൃപയാൽ ഈ സ്ഥാപനം നടന്നു പോകുന്നു. ഇവിടെ സ്റ്റാഫുകളുണ്ട്. ഡോക്ടർ ഇവിടെ വന്ന് സന്ദർശിക്കാറുണ്ട്. നമ്മൾ എന്തെങ്കിലും അത്യാവശ്യത്തിൽ ഹോസ്പിറ്റലിൽ പോകേണ്ട സാഹചര്യമാണെങ്കിൽ നമ്മൾ ആംബുലൻസ് വിളിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാറുണ്ട്. പിന്നെ എല്ലാവരും സമാധാന സന്തോഷത്തിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഈ സ്ഥാപനത്തിൻ്റെ പ്രത്യേകത. പല സ്ഥാപനങ്ങളിൽ നിന്ന് പിരിച്ചുവിടുന്നവർ, ചില സ്ഥാപനങ്ങളിൽ അസുഖമാകുമ്പോൾ അവർ പിന്നെ നോക്കത്തില്ല, അവരെ വീട്ടുകാരെ ഏൽപ്പിക്കും. അപ്പോൾ അവർക്കും കൊണ്ട് നോക്കാൻ പറ്റാത്ത സാഹചര്യം വരുമ്പോൾ അവർ ഈ സ്ഥാപനത്തിൽ എന്നെ വിളിക്കാറുണ്ട്. ശോഭ, ഇതേപോലെ രോഗിയുണ്ട്, നമുക്ക് നോക്കാൻ വേണ്ടി പറ്റുന്നില്ല, ആർക്കും തന്നെ നോക്കാൻ പറ്റാത്ത അവസ്ഥയിലാണെന്ന് പറയുമ്പോൾ ഞാൻ പറയും കൊണ്ടുവരണം, ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറയും. അങ്ങനെ അവർ കൊണ്ടുവരും. അങ്ങനെ ആർക്കും നോക്കാൻ പറ്റാത്ത അവസ്ഥയിലുള്ള രോഗികൾ തന്നെ ഇവിടെ എത്തിയിട്ട് അവർ സമാധാനം സന്തോഷത്തോടെ നിൽപ്പുണ്ട്. അത് കാണുമ്പോഴാണ് എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം. അവരെ ചിരി കാണുമ്പോഴാണ് എൻ്റെ സന്തോഷവും. ഞാനും 7 വർഷമായി ഇത് തുടങ്ങിയിട്ട് ഇവരെ കൂടൊപ്പം തന്നെ ഉണ്ട്. ദൈവിക നിയോഗപ്രകാരമാണ് ഈ സ്ഥാപനം തുടങ്ങിയത്.
എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഹിതം ഇങ്ങനെ ഇറങ്ങി ഈ സ്ഥാപനം തുടങ്ങണമെന്നുള്ളതായിരുന്നു. അങ്ങനെ ഒത്തിരി ദർശനങ്ങൾ കണ്ടു, ഒത്തിരി പാസ്റ്റർമാർ പ്രവചിച്ച് പറഞ്ഞു. പിന്നെ അവസാനം ഞാൻ തന്നെ തീരുമാനമെടുത്തു ദൈവത്തിൻ്റെ ഹിതം ചെയ്യാൻ വേണ്ടി ഇറങ്ങാമെന്ന്. അങ്ങനെ ഇറങ്ങിയിട്ടാണ് ചെയ്തത്. ആദ്യ ആരംഭത്തിലൊന്നും ഒന്നും തന്നെ ഇല്ലായിരുന്നു. 0 എന്ന ഈ സ്ഥാപനം ആരംഭിച്ചത് ഒരു ചെറിയ വീട് വാടകയ്ക്കെടുത്ത് ഒന്നും തന്നെ ഇല്ലാതെ തറയിൽ, ഞാൻ പറയുമ്പോൾ തന്നെ തറയിൽ വിരിച്ച് കിടന്ന് അങ്ങനത്തെ ഒരു അവസ്ഥയിൽ, ഒന്നുമില്ലാത്ത അവസ്ഥയിലാണ് സ്ഥാപനം തുടങ്ങിയത്. പിന്നീട് ഒരാൾ വരികയും പിന്നെ 2 പേര് വന്ന് അങ്ങനെ അറിഞ്ഞ് ഒത്തിരി പേര്, ഒരുപാട് പേര് ഇവിടെ വന്ന് പോയി സൗഖ്യമായിട്ട്, അസുഖമെല്ലാം കുറഞ്ഞ് സൗഖ്യമായി വിളിച്ചുകൊണ്ട് പോയ ഒരുപാട് പേരുണ്ട്. അങ്ങനെ അവർക്ക് വരുന്നവർക്ക് ഒരു കൈത്താങ്ങ്, ഒരു സമാധാനം, ഒരു സന്തോഷം എന്നിൽ കൂടി പകർന്നു കൊടുക്കാൻ വേണ്ടി ദൈവകൃപയാൽ കഴിയുന്നുണ്ട്. അങ്ങനെ ഈ സ്ഥാപനം വളരെ വിജയത്തിലോട്ട് പോവുകയാണ്. 20 പേർക്കുള്ള ലൈസൻസാണ് ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടിയത്. പക്ഷേ ഒത്തിരി ആൾക്കാർ നമ്മളെ സമീപിക്കുന്നുണ്ട്, ഈ അസുഖമുള്ള ആൾക്കാർ ഇങ്ങനെ ഒന്ന് നിർത്തി ഒന്ന് പരിചരിക്കാൻ വേണ്ടി പറ്റുമോ എന്ന്. പക്ഷെ നമുക്ക് ആ ലൈസൻസിൽ ഇത്രയും പേരുള്ളത് കൊണ്ട്, അത്രയും ആയതുകൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. പിന്നെ ഈ വാടകയ്ക്കുള്ള കെട്ടിടത്തിൽ 20 പേരെ നിർത്താനുള്ള സ്ഥലമേ ഉള്ളൂ. അതുകൊണ്ടാണ് കൂടുതൽ പേരെ എടുക്കാൻ വേണ്ടി പറ്റാത്തത്. അങ്ങനെ നമ്മൾ ഒരു പ്രാർത്ഥിച്ചു. അങ്ങനെ ദൈവിക ഇഷ്ടപ്രകാരം ഒരു ബ്രദർ ഇങ്ങനെ ഒരു 46 സെൻറ്റ് സ്ഥലം പാലോട് വാങ്ങിത്തന്നു. അപ്പോൾ ഗവൺമെൻറ് ലൈസൻസ് കിട്ടിയത് 4 വർഷത്തേക്കുള്ള ലൈസൻസാണ് ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടിയത്. അപ്പോൾ ഇനി 1 വർഷവും കൂടെ ഉള്ളൂ ആ പീരീഡ് തീരാൻ വേണ്ടി. അപ്പോൾ 1 വർഷത്തിനകം തന്നെ നമുക്ക് അവിടെ ആ സ്ഥലത്ത്, നമ്മൾ വാങ്ങിയ സ്ഥലത്ത് ബിൽഡിംഗ് കിട്ടണം. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ആരംഭിച്ചിരിക്കുകയാണ്. കുറച്ച് പേരൊക്കെ സംഭാവനയായിട്ട് കുറച്ച് ക്യാഷൊക്കെ തന്നു. അങ്ങനെ നമ്മൾ പണി ആരംഭിച്ചിരിക്കുകയാണ്. ഇവർക്ക് താമസിക്കാൻ വേണ്ടി നല്ല സൗകര്യത്തിലുള്ള, നല്ല മനോഹരമായ ഒരു വീട് പണിയണമെന്നാണ് നമ്മളെ ആഗ്രഹം. അവർ നല്ല സന്തോഷത്തോടെ നിൽക്കണം. ശോഭ എന്ന സുവിശേഷ പ്രവർത്തകയ്ക്ക് ലഭിച്ച ദർശനപ്രകാരമാണ് ദൈവിക നിയോഗത്താൽ എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട സഹോദരങ്ങൾക്ക് വേണ്ടി ശോഭ ഈ സ്ഥാപനത്തിന് ആരംഭം കുറിച്ചത്. ഈ സ്ഥാപനത്തിൽ താമസിക്കുന്നവരാണ് ഇവിടെ ഇരിക്കുന്നത്. അമ്മച്ചിയുടെ പേര് സരോജിനി എന്നാണ്. അമ്മച്ചി ഒട്ടും സുഖമില്ലാതെ വന്നതാണ്. ഇപ്പോൾ അസുഖമൊക്കെ കുറഞ്ഞ് നല്ല സന്തോഷമായി അമ്മച്ചിയുടെ ഇരിപ്പുണ്ട്. പേര് ശോഭ എന്നാണ് പേര്. ശോഭ ഇത് ചെറിയൊരു മാനസിക പ്രശ്നമുള്ളതാണ്. അപ്പോൾ ഇപ്പം അസുഖമെല്ലാം കുറഞ്ഞ് നല്ല സന്തോഷമായിട്ട് ശോഭ നിൽപ്പുണ്ട്. അമ്മച്ചിയുടെ പേര് ശരത് കുമാരി. അമ്മച്ചി കാലിൽ വെരിക്കോസിൻ്റെ ഒരു പ്രശ്നം വന്നിട്ട് നല്ല പഴുത്ത് കാല് നല്ല അവസ്ഥയിലാണ് വന്നത്. പക്ഷേ ദൈവം അത് കുറവാക്കി അസുഖമെല്ലാം മാറി ഇപ്പോൾ സന്തോഷമായിട്ട് നമ്മുടെ സ്ഥാപനത്തിൽ നിൽപ്പുണ്ട്. ഇത് നമ്മളെ ആൻറ്റിക്കും നല്ല അസുഖമായിട്ടാണ് വന്നത്. പക്ഷേ ഇവിടെ വരുന്നവർ നല്ല അസുഖമായിട്ടാണ് വരുന്നത്. പക്ഷേ അസുഖമെല്ലാം കുറഞ്ഞ് നല്ല സന്തോഷമായി നിൽക്കാൻ വേണ്ടി ദൈവം ഇവരെ സഹായിക്കുന്നുണ്ട്. പ്രാർത്ഥനയാണ് ഇവിടുത്തെ മെയിന്. പ്രാർത്ഥനയും ഡോക്ടർമാർ ചികിത്സിക്കുകയും എല്ലാം കൂടി ആകുമ്പോഴത്തേക്ക് ദൈവം അവർക്ക് അത്ഭുതമായി വിടുതൽ നൽകി എല്ലാവരും നല്ല സന്തോഷമായി നിൽക്കുവാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഈ സ്ഥാപനത്തിൽ 25 പേരാണ് ഇപ്പോൾ ഉള്ളത്. 15 പേര് സ്ത്രീകളും 10 പേര് പുരുഷന്മാരുമാണ് താമസിക്കുന്നത്. എല്ലാവരും വേറെ വേറെ സ്ഥാപനങ്ങളിൽ നിന്ന് അസുഖം വരുമ്പോൾ അവരിങ്ങനെ വിളിച്ച് ചോദിക്കും, ഇങ്ങനെ സ്ഥാപനത്തിൽ തന്നെ ഉപേക്ഷിച്ചാണ്, എനിക്ക് അസുഖമായിട്ട് നോക്കാൻ പറ്റുന്നില്ലെന്ന് വീട്ടുകാർ വിളിച്ച് ചോദിക്കുമ്പോൾ നമ്മൾ പറയും കൊണ്ടുപോവാ, ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സ്വീകരിക്കുന്നവരാണ് മിക്കവാറും ഉള്ളത്. വന്നിട്ട് അവർ അസുഖമൊക്കെ കുറഞ്ഞ് നിൽക്കാൻ വേണ്ടി ദൈവം അവരെ സഹായിക്കുന്നുണ്ട്. അത് ശാന്തമ്മയും നോക്കാൻ ആരുമില്ലാത്ത സാഹചര്യത്തിലാണ് ഇവിടെ വന്നെത്തപ്പെട്ടത്. പക്ഷേ ഇവിടെ ഇപ്പോൾ വന്നിട്ട് സമാധാന സന്തോഷമായിട്ട് നിൽപ്പുണ്ട്. ഇത് നിർമ്മല ആൻറ്റി 5 വർഷത്തിൽ പുറമായി വന്നിട്ട്
ഇവിടെ ഇപ്പോൾ നല്ല അസുഖമായിട്ട് ഒട്ടും പറ്റാത്ത സ്റ്റേജിലാണ് ഇവിടെ എത്തിയത്. പക്ഷേ ഇപ്പം ദൈവത്തിൻ്റെ കാരുണ്യം കൊണ്ട് നല്ല സന്തോഷമായി നിൽക്കാൻ വേണ്ടി ദൈവം സഹായിക്കുന്നുണ്ട്. ഇത് മോളി ഇതുപോലെ തന്നെ ആരുമില്ലാത്ത സാഹചര്യത്തിൽ അസുഖമായിട്ട് വന്നതാണ്. പക്ഷേ ഇപ്പോൾ 4 വർഷം വരെയായി ഇവിടെ എത്തിയിട്ട് ഇപ്പം അസുഖമൊക്കെ കുറഞ്ഞ് നല്ല സന്തോഷമായിട്ട് സ്ഥാപനത്തിൽ നിൽക്കുന്നുണ്ട്. അസുഖം എന്തെങ്കിലും വരുമ്പോൾ നമ്മൾ ഡോക്ടറെ വിളിച്ച് ചികിത്സിക്കും. പിന്നെ ഹോസ്പിറ്റലിൽ പോവേണ്ട സാഹചര്യമാണെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും ചെയ്യും. മരുന്നെല്ലാം നമ്മൾ വെളിയിൽ നിന്ന് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചിട്ട് നമ്മൾ കൊടുക്കാറുണ്ട്. പിന്നെ നമ്മൾ ഹെൽത്ത് സെൻറ്ററിൽ ചെന്നിട്ട് അവിടെ നിന്ന് മെഡിസിൻ വാങ്ങാറുണ്ട്. പേരൂർക്കട ഹോസ്പിറ്റലിൽ നിന്ന് വാങ്ങാറുണ്ട്. അസുഖം വന്നു കഴിഞ്ഞാൽ ഇവർ ഹോസ്പിറ്റലിൽ ആംബുലൻസ് വിളിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. വ്യത്യസ്ത നിലകളിൽ രോഗബാധിതരായവരും മാനസിക വെല്ലുവിളികൾ നേരിടുന്നവരും ആരും സംരക്ഷിക്കുവാനില്ലാതെ ഉപേക്ഷിക്കപ്പെട്ടവരുമായ സഹോദരീ സഹോദരന്മാരാണ് ഈ സ്ഥാപനത്തിൽ അഭയം കണ്ടെത്തിയിരിക്കുന്നത്. നീ എൻ്റെ പ്രാർത്ഥന കേട്ടു, നീ എൻ്റെ മാനസം കണ്ടു, നീ എൻ്റെ പ്രാർത്ഥന കേട്ടു, നീ എൻ്റെ മാനസം കണ്ടു. ഹൃദയത്തിനുൾ താരയിൽ വന്നടലിൽ കൂരിരുൾ മാറ്റി, ഹൃദയത്തിനുൾ താരയിൽ വന്നൻ അഴലിൽ കൂരിരുൾ മാറ്റി. നീ എൻ്റെ പ്രാർത്ഥന കേട്ടു, നീ എൻ്റെ മാനസം കണ്ടു. ദൈവസ്നേഹം രുചിച്ചറിഞ്ഞ് ക്രിസ്തുമാർഗത്തിൽ പുതുജീവിതം സ്വന്തമാക്കിയ ശോഭ എന്ന വ്യക്തിക്ക് ദൈവം നൽകിയ ദർശനമാണ് ഈ സ്ഥാപനത്തിൻ്റെ ആരംഭത്തിന് പിന്നിൽ പ്രവർത്തിച്ച പ്രേരക ശക്തി. ആർക്കും നോക്കാൻ പറ്റാത്ത ആൾക്കാരെ നോക്കുവാൻ വേണ്ടിയിട്ട് നല്ല മനോഹരമായ ഒരു ഭവനം അവർക്ക് വേണ്ടി പണിയിപ്പിച്ച് അവർ സന്തോഷമായി പാർപ്പിക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ കഴിയുന്ന ഒരു ചെറിയ സഹായം പോലും ഇതിനെ വലുതാക്കി കൊണ്ടുവരാൻ വേണ്ടി ഞങ്ങൾക്ക് സഹായിക്കും. അത് ഞാൻ ഇറങ്ങിയിട്ട് 7 വർഷമായി ഈ ഫീൽഡിലോട്ട്. ഞാൻ ഇവരെ കൂടെ തന്നെ 7 വർഷമായിട്ട് ഇവരെ കൂടെ തന്നെ ഉണ്ട്. അപ്പോൾ എൻ്റെ മരണം വരെയും ഞാൻ ഇവരെ കൂടെ തന്നെ കാണും. ഇവരെ ഒരു കൈത്താങ്ങ്. ജീവിതത്തിൽ ഒരു മനുഷ്യർക്ക് വേണ്ടത് സ്നേഹവും ഈ സ്ഥാപനം തുടങ്ങിയതിന് ശേഷമാണ് ഞാൻ മനസ്സിലാക്കിയത്. മനുഷ്യന് ആകെ വേണ്ടത് സ്നേഹമാണ്. ഒരു കൈത്താങ്ങ്, ഒരു സ്നേഹം, അവർക്ക് സംരക്ഷിക്കാൻ വേണ്ടി ആരെങ്കിലും ഉണ്ട് എന്നുള്ള അവർക്കുള്ളൊരു തോന്നൽ. അപ്പോൾ ആ മനുഷ്യന് ആ സ്നേഹവും സംരക്ഷണവും ഒരാൾ നൽകിയാൽ അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ടാവും. ഞാൻ ഈ നടത്തിയിൽ കൂടി തന്നെ ഞാൻ പഠിച്ച കാര്യമാണ്. അതുകൊണ്ട് ആ ഒരു മനുഷ്യനിലെ അസുഖങ്ങളെല്ലാം മാറി അവർക്ക് സമാധാനമായിട്ട് നിൽക്കാൻ വേണ്ടിയുള്ള ആ മനസ്സ് അവർക്ക് കൈവരിക്കാൻ വേണ്ടി സഹായിക്കും. അങ്ങനെ ഈ സ്ഥാപനത്തിലൂടെ ഒരുപാട് പേർക്ക് അങ്ങനെ സ്നേഹത്തിലും സമാധാനത്തോടെ ജീവിക്കാനുള്ള അവസരം നമ്മൾ കൊടുത്തിട്ടുണ്ട്. അവരുടെ ജീവിതത്തിൽ അത് ഒരുപാട് മാറ്റവും വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ഒരുപാട് പേർക്ക് കൈത്താങ്ങ് ഈ സ്ഥാപനത്തിൽ കൂടെ നൽകാൻ കഴിയുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് ഒരുപാട് ആൾക്കാർ ഈ സ്ഥാപനത്തിൽ വന്നിട്ട് ആ അസുഖങ്ങൾ മാറുകയും സ്നേഹത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാനുള്ള വഴി ഒരുക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ചുറ്റുപാടുമുള്ള സുമനസ്സുകളുടെ സഹായ സഹകരണങ്ങളാലാണ് ഈ സ്ഥാപനത്തിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ നടന്നുവരുന്നത്. ആരും സഹായിക്കുവാനില്ലാതെ ജീവിത വഴികളിൽ ഒറ്റപ്പെട്ടു പോയവർ, നിസ്സഹായതയുടെ നെരിപ്പോടിനുള്ളിൽ എരിയുന്ന ജീവിതം സ്വന്തമായിരുന്നവർ, മനോനില തെറ്റി സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ടു പോയവർ ഇന്ന് ഗോഡ്സ് ഗ്ലോറി ഭവൻ്റെ ആശ്വാസത്തണലിൽ അഭയം കണ്ടെത്തിയിരിക്കുന്നു. അപ്പച്ചൻ്റെ പേര് ശശിയപ്പച്ചൻ എന്നാണ്.
നമുക്കൊരു വീട്ടിലിങ്ങനെ ആരും ഇല്ലാതെ ഇങ്ങനെ ഒരു വീട്ടിൽ കിടക്കുകയായിരുന്നു. അവിടെ നിന്ന് രക്ഷിച്ച് അറ്റാക്ക് വന്ന് അങ്ങനെ ആർക്ക് രക്ഷിക്കപ്പെടാൻ പറ്റാതെ അങ്ങനെ കിടക്കുന്ന അവസ്ഥയിൽ നിന്ന് അവിടെ നിന്ന് കൊണ്ടുവന്നതാണ്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചികിത്സിച്ച് കൊണ്ടുവന്നു. അപ്പച്ചൻ ഇപ്പോൾ സന്തോഷമായിട്ട് ഇവിടെ നിൽപ്പുണ്ട്. അപ്പച്ചനും വളരെ കിടപ്പ് അസുഖമായിട്ടായിട്ട് വന്നതാണ്. ബാക്കിൽ ബെഡ് സോറൊക്കെ ആയിട്ട് കിടപ്പായിരുന്നു. പക്ഷേ പ്രാർത്ഥനയിൽ ദൈവം അത് സൗഖ്യമാക്കി ഇപ്പോൾ എഴുതി നടക്കുന്നു, ആരോഗ്യത്തോടെ എഴുതി നടക്കുന്നു. നല്ല സന്തോഷത്തോടെ അപ്പച്ചൻ ഇവിടെ നിൽപ്പുണ്ട്. അപ്പച്ചനും ഇവിടെ 3 വർഷമായിട്ട് വന്നതാണ്. നല്ല സന്തോഷത്തോടെ ഇവിടെ നിൽപ്പുണ്ട്. ഇത് നമ്മുടെ സേവ്യർ അപ്പച്ചനാണ്. അപ്പച്ചൻ വന്നിട്ട് 1 വർഷം കഴിഞ്ഞു. നല്ല സന്തോഷമായിട്ട് ഇവിടെ നിൽപ്പുണ്ട്. അപ്പച്ചൻ്റെ പേര് രാമേന്ദ്രൻ എന്നാണ്. ചെവിതും കേൾക്കത്തില്ല, ആരുമില്ല. പിന്നെ സന്തോഷമായിട്ട് ഇവിടെ നിൽപ്പുണ്ട്. സഹജീവി സ്നേഹത്തിൽ അധിഷ്ഠിതമായ ദൈവസ്നേഹത്തിൽ ശോഭ എന്ന വ്യക്തി ഇവർക്ക് അമ്മയും സഹോദരിയും മകളുമൊക്കെയായി മാറുന്ന കാഴ്ചകളാണ് ഗോഡ്സ് ഗ്ലോറി ഭവൻ കൗൺസിലിംഗ് റിഹാബിലിറ്റേഷൻ ആൻഡ് ഓൾഡ് ഏജ് ഹോം നമുക്ക് പകർന്നു നൽകുന്നത്. പലതരത്തിലുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട്. വളരെയധികം അസുഖങ്ങൾ നിറഞ്ഞ, ന്യൂറോ സംബന്ധമായിട്ട് ഒരു ഓർമ്മയില്ലാത്തവരും, പിന്നെ മാനസികമായി ചെറിയ പ്രശ്നങ്ങളുള്ളവരും, പിന്നെ ഒരു ഓർമ്മയില്ലാത്തയും ആൾക്കാർ എന്ന് പറഞ്ഞാൽ ആർക്കും നോക്കാൻ പറ്റാത്ത സ്ഥിതിയിലുള്ള ആൾക്കാരെയാണ് മിക്കവാറും ഇവിടെ കൊണ്ടുവരുന്നത്. പക്ഷേ നമ്മൾ സ്നേഹപൂർവ്വം അവരെ പരിചരിക്കുന്നുണ്ട്, സ്നേഹപൂർവ്വം അവർക്ക് കൈത്താങ്ങ് നൽകുന്നുണ്ട്, നമ്മൾ കഴിയുന്ന എല്ലാം അവർക്ക് ഒരുക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവരുടെ ജീവിതത്തിൽ വലിയ വിധത്തിലുള്ളൊരു മാറ്റം നൽകുവാൻ വേണ്ടി ഞങ്ങൾ സഹായിക്കുന്നുണ്ട്. അങ്ങനെ ഒത്തിരി പേര് അങ്ങനെ ജീവിതത്തിലോട്ട് കൈപിടിച്ച് കൊണ്ടുവരാമെന്ന് നമുക്ക് ഉറപ്പുണ്ട്. അങ്ങനെ ആയി മാറി അങ്ങനെ അവസാനം വരെയും ഈ സ്ഥാപനം അങ്ങനെ തന്നെ നിലനിൽക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ജീവിത വഴികളിൽ ഒറ്റപ്പെട്ടു പോയ വ്യക്തികൾക്ക് സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും സ്നേഹത്തണലൊരുക്കി പ്രവർത്തനം തുടരുകയാണ് തിരുവനന്തപുരം ജില്ലയിൽ കൊടുങ്ങാനൂർ തിട്ടമംഗലത്ത് പ്രവർത്തിച്ചു വരുന്ന ഗോഡ്സ് ഗ്ലോറി ഭവൻ കൗൺസിലിംഗ് റിഹാബിലിറ്റേഷൻ ആൻഡ് ഓൾഡ് ഏജ് ഹോം. എൻ്റെ പേര് ആരിഫ. ഞാനിവിടെ വന്നിട്ട് 6.5 വർഷത്തോളമായി. ഞാനിവിടുത്തെ സ്റ്റാഫാണ്. ഇവിടെ ഞാൻ വന്നിട്ട് ഇവർക്ക് പാചകം നല്ല രീതിക്കുള്ള ഫുഡൊക്കെയാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. രാവിലെയും ഉച്ചയ്ക്കും രാത്രിയും പിന്നെ നൈറ്റ് ഉണ്ടാവും. പിന്നെ എല്ലാവരെയും നമ്മൾ വീട്ടിലെ അമ്മയും സഹോദരി ചേച്ചി അനുജത്തി അവരോട് ഇടപഴകുന്ന പോലെയാണ്. തിരിച്ചവരും അങ്ങനെയാണ്. സന്തോഷത്തോടു കൂടിയാണ് ഇവിടെ ഞാൻ നിൽക്കുന്നതും തിരിച്ചവരും എല്ലാവരും ഹാപ്പി ആയിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. അതായത് നമ്മുടെ സ്വന്തം വീട്ടിൽ നിൽക്കുന്ന അതേ അവസ്ഥയാണ്. പ്രത്യേകിച്ച് അവർക്ക് ഒരു ചേച്ചിയുടെ സ്ഥാനവും ഒരു പാചകക്കാരിയും എല്ലാ സ്നേഹങ്ങളും കൊടുത്താണ് അവരോട് പെരുമാറുന്നത്. അവരും തിരിച്ച് അതേ സ്ഥാനമാണ്. ആർക്കും അങ്ങനെ ഒരു പിണക്കമോ അങ്ങനെ ഒരു ദേഷ്യമോ അങ്ങനെയൊന്നുമില്ല. എല്ലാ സന്തോഷവും സംതൃപ്തിയോടെയാണ് അവർ നിൽക്കുന്നത്. തിരിച്ച് ഞാനും അങ്ങനെയാണ്. നമ്മളങ്ങോട്ട് കാണിക്കുന്നു, തിരിച്ച് അതേ തൃപ്തി അവരിങ്ങോട്ട് കാണിക്കുന്നു. കളിയും തമാശയും ചിരിയും ഒക്കെ സമയം കിട്ടുമ്പോൾ എല്ലാവരും ഇങ്ങനെ എൻജോയ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാനും ഇവിടുത്തെ ഒരംഗം പോലെയാണ്. വീട്ടിൽ പോയി 2 ദിവസമൊക്കെ നിന്നിട്ട് തിരിച്ച് വരും. കൂടുതലും എനിക്കിവിടെയാണ് ഇഷ്ടം. ഒപ്പം ദൈവിക ശുശ്രൂഷ വഴികളിൽ ക്രിസ്തു സ്നേഹത്തിൽ ശോഭയുടെ ജീവിതവും തുടരുകയാണ്. ഇവിടെ രാവിലെ അവർക്ക് ചായയും സ്നാക്സും കൊടുക്കും. പിന്നെ രാവിലെ അത് കഴിഞ്ഞിട്ട് 9 മണി കഴിയുമ്പം അവർക്ക് കാപ്പി, ദോശ, സാമ്പാർ അങ്ങനെ കാപ്പി കൊടുക്കും. ഉച്ചയ്ക്ക് എന്നും മീൻ വെച്ചിട്ട് ആ മീനും മലക്കറിയും എല്ലാം ഉൾപ്പെടുത്തി അവർ ചോറ് കൊടുക്കും. പിന്നെ വൈകുന്നേരം ചായയും സ്നാക്സും ആയിരിക്കും. പിന്നെ വൈകുന്നേരം രാത്രിയാകുമ്പോൾ ചിലപ്പോൾ കാപ്പിയായിരിക്കും, അല്ലെങ്കിൽ ചോറായിരിക്കും. അതിൽ മുട്ട ഉൾപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ എല്ലാം കൂടെ ചേർന്നുള്ള ഒരു സമ്പൂർണ്ണ ആഹാരമാണ് ഇവർക്ക് കൊടുക്കുന്നത്. എല്ലാ തരത്തിലും ഒരു മുന്നോട്ട് പോകുവാനുള്ള ഒരു മാനസികമായും ശാരീരികമായും എല്ലാ തരത്തിലും അവരെ സഹായിച്ച് അവരെ കൈത്താങ്ങൽ കൊടുത്താണ് നമ്മൾ ഇതുവരെ നോക്കി സംരക്ഷിച്ച് വരുന്നത്. ഇവിടെ ആർക്കെങ്കിലും അസുഖം വന്നാൽ നമ്മൾ ഡോക്ടറെ വിളിച്ച് കാണിക്കും. അങ്ങനെ അസുഖം കുറഞ്ഞില്ലെങ്കിൽ നമ്മൾ ആംബുലൻസ് വിളിച്ചിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവരെ പരിചരിക്കാറുണ്ട്. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയാണെങ്കിൽ അവിടെ അഡ്മിറ്റാക്കി കിടത്തി നമ്മൾ നോക്കാറുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഈ 7 വർഷത്തെ അനുഭവം പറയുകയാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ എവരെ കൂടെ ചേർന്നപ്പോഴാണ് എൻ്റെ മനസ്സിൽ എനിക്ക് സമാധാനം, സന്തോഷം ഉണ്ടായത്. എൻ്റെ ദൈവത്തിൻ്റെ ഹിതം ചെയ്യാൻ വേണ്ടി ഇറങ്ങി ഈ ആർക്കും സംരക്ഷിക്കാൻ പറ്റാത്തവരെ, ആരുമാരും ഇല്ലാത്തവരെ സംരക്ഷിക്കുകയും അവർക്ക് സ്നേഹം നൽകുകയും ചെയ്തപ്പോഴാണ് എനിക്ക് അതിൽ കൂടെ ഉള്ള സന്തോഷമാണ് എനിക്ക്
എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ സന്തോഷത്തോടു കൂടി സമാധാനത്തോടും കൂടിയാണ് ഞാൻ ഇവരെ നോക്കുന്നത്. ഇനിയും അവസാനം വരെ ഇങ്ങനെ തന്നെ പോകണമെന്നാണ് എൻ്റെ ഹിതം. പലരും വന്നിട്ട് ഇവിടെ സ്പോൺസറായിട്ട് ക്യാഷ് കൊണ്ടുവരാറുണ്ട്. പിന്നെ അവർക്ക് വേണ്ടിയുള്ള ഭക്ഷണങ്ങൾ പല ആൾക്കാരും ഇവിടെ കൊണ്ട് എത്തിക്കുന്നുണ്ട്. പലരും ഭക്ഷണം സ്പോൺസർ ചെയ്യാറുണ്ട്. പിന്നെ ഈ കെട്ടിടത്തിന് നല്ലൊരു വാടകയുണ്ട്. പക്ഷേ എല്ലാ കാര്യങ്ങളും ദൈവം ഭംഗിയായിട്ട് നടത്തിക്കൊണ്ട് പോകുന്നു. ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നടത്തിക്കൊണ്ട് പോകുന്നു. ഭാവിയിൽ ഈ സ്ഥാപനം ഇങ്ങനെ അഗതികളും ആരുമില്ലാത്തവർക്കുമായിട്ടുള്ള ആയിരക്കണക്കിന് ആൾക്കാർക്ക് സംരക്ഷിച്ച് അവർക്ക് വന്ന് അവരെ ശാരീരികവും മാനസികമായും അവർക്ക് സന്തോഷമായി മരണം വരെ അവർ സന്തോഷത്തോടെ നിൽക്കുന്ന ഒരു സ്ഥാപനമായിട്ട് മാറണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതിനുവേണ്ടി എൻ്റെ ജീവിതം തന്നെ ഞാൻ തികച്ച് ഞാൻ ഇവരെ കൂടെ കാണും, അവസാനം വരെയും കാണും. ഒത്തിരി പേർക്ക് ആർക്ക് സഹായിക്കാൻ പറ്റാത്തവരെ ഒത്തിരി ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. നമുക്ക് സമൂഹത്തിലൂടെ നോക്കുമ്പോൾ അസുഖമായിട്ട് ആർക്കും സംരക്ഷിക്കാൻ പറ്റാത്ത രീതിയിൽ വീടിൻ്റെ ഉള്ളറയിൽ മുറിക്കകത്ത് അകപ്പെട്ട ഒരുപാട് ആൾക്കാർ സമൂഹത്തിലുണ്ട്. അവരെ പുറത്തോട്ട് കൊണ്ടുവരാനും അവരുടെ കഴിവുകൾ, ചിലർ പാട്ട് പാടുന്നവരുണ്ട്, ചിലർ ചിത്രം വരയ്ക്കുന്നവരുണ്ട്, ചിലർ പലവിധം കഴിവുള്ള ആൾക്കാരാണ് ഇങ്ങനെ വീടിനകത്ത് അസുഖം മൂലം വെളിയിലോട്ട് ഇറങ്ങാതെ അങ്ങനെ അകത്താക്കപ്പെട്ടവർ. അവരെ ഇങ്ങനത്തെ സ്ഥാപനങ്ങളിൽ നമ്മൾ കൊണ്ടുവന്നിട്ട് അവർക്ക് എന്താണ് കഴിവ് അത് പുറത്തോട്ട് കൊണ്ടുവരാനും അവർ നല്ല സന്തോഷത്തോടെ നിൽക്കുവാനും വേണ്ടി ഈ സ്ഥാപനം എന്നും എന്നേക്കും അങ്ങനെ തന്നെ നിലനിൽക്കണമെന്നാണ് ആഗ്രഹം. ഈ സ്ഥാപനത്തിൽ 25 പേർക്കുള്ള എല്ലാ കാര്യങ്ങളും പലവിധ ആൾക്കാർ വന്ന് സഹായം നൽകിയാണ് ഇത്രയും ദിവസം കഴിഞ്ഞു പോയത്. അപ്പോൾ ഇനിയും ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വന്നിട്ട് അവരെ സഹായിച്ച് അവരെ നിർത്തണമെന്ന് ആഗ്രഹമുണ്ട്. അതുപോലെ തന്നെ നല്ല രീതിയിൽ ഭക്ഷണവും നല്ല രീതിയിലുള്ള രീതിയും അവരെ നടത്തിക്കൊണ്ട് പോകണമെന്നുള്ള ആഗ്രഹവുമുണ്ട്. അതിനുമായിട്ട് എല്ലാവരും സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഒരുപാട് നിൽക്കത്ത രീതിയിൽ ആ പാലോട് തന്നെ നമുക്ക് വലിയധികം പ്ലാനാണുള്ളത്. അതിൻ്റെ ബാക്കിൽ കുറച്ച് സ്ഥലം കിടക്കുന്നത് 1 ഏക്കർ സ്ഥലമുണ്ട്. അതും കൂടി ആ ഓണർ നമുക്ക് തരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ സ്ഥലവും കൂടെ വളരെ കുറച്ച് പൈസയ്ക്ക് തരാമെന്ന് ആ ഓണർ സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വസ്തു കൂടെ ചേർത്തിട്ട് ഒരുപാട് കെട്ടിടങ്ങൾ കെട്ടി ഒരുപാട് ഇതേപോലെ സമൂഹത്തിൽ ഒറ്റപ്പെട്ട് കഴിയുന്നവരെ ആരും സഹായിക്കാനില്ലാത്തവരെ നോക്കാൻ വേണ്ടി നമുക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ ഇതിനു വേണ്ടി നമ്മളിപ്പോൾ 25 പേര് ഉണ്ടെങ്കിലും അവർക്ക് തന്നെ ഈ ഒരു മാസം തന്നെ 2 ലക്ഷം രൂപ അടുപ്പിച്ച് ഇതിന് ചിലവുണ്ട്. അപ്പോൾ സ്റ്റാഫുകൾക്ക് ശമ്പളം, പിന്നെ ഇപ്പോഴത്തെ സാധനങ്ങൾ വാങ്ങുന്നതും, പിന്നെ ഈ കെട്ടിടത്തിൻ്റെ റെൻറ്റ്, അങ്ങനെ 2 ലക്ഷം രൂപ വരെ മാസം നമുക്ക് ചിലവാകുന്നുണ്ട്. ഞാൻ ഒറ്റയ്ക്കാണ് ഇപ്പോൾ സ്ഥാപനം നടത്തുന്നത്. ദൈവനിയോഗമായതുകൊണ്ട് ഞാൻ തന്നെ ഇങ്ങനെ നടത്തിക്കൊണ്ട് പോകുന്നു. അപ്പോൾ ആരും തന്നെ വളരെ അധികമായി നമ്മളെ സഹായിക്കാൻ വേണ്ടിയില്ല. പൊതുജനങ്ങൾ ഒരുപാട് പേര് സഹായിക്കാൻ വേണ്ടി വരുന്നുണ്ട്, ചെയ്യുന്നുമുണ്ട്. അതേപോലെ എല്ലാവരും സഹായം അഭ്യർത്ഥിക്കുന്നു. ഇവരുടെ കാര്യങ്ങൾ നല്ലതായിട്ട് നോക്കാൻ വേണ്ടി എല്ലാവരും സഹായിക്കണമെന്നും എല്ലാവരും അതിനുവേണ്ടി പ്രാർത്ഥിക്കണമെന്നും അപേക്ഷിക്കുന്നു. തിരുവനന്തപുരം കൊടുങ്ങാനൂർ തിട്ടമംഗലത്ത് പ്രവർത്തിച്ചു വരുന്ന ഗോഡ്സ് ഗ്ലോറി ഭവൻ കൗൺസിലിംഗ് റിഹാബിലിറ്റേഷൻ ആൻഡ് ഓൾഡ് ഏജ് ഹോമിന്റെ വിശേഷങ്ങൾ പങ്കുവച്ചുകൊണ്ടുള്ള തണലിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുന്നു. നീ എൻ്റെ